എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് PM കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളാണ്. 19ാം ഗഡു ഫെബ്രുവരി 24-ാം തീയതി തന്നെ പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KYC നമ്മളെല്ലാവരും നിർബന്ധമായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം 15ാം തീയതി വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ 19ാം ഗഡു 2025 ഫെബ്രുവരി 24-ന് പുറത്തിറങ്ങുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 9.4 കോടിയിലധികം കർഷകർക്കാണ് 2000 രൂപ വെച്ച് ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം KYC പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. KYC പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ PM കിസാന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. തുടർന്ന് നമുക്ക് ഫാർമേഴ്സ് കോർണർ എന്ന വിഭാഗത്തിൽ നമുക്ക് അവിടെ KYC എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് CSC കേന്ദ്രങ്ങൾ, അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. അവിടെ നമുക്ക് ബയോമെട്രിക് പരിശോധനയിലൂടെ KYC നടത്തുന്നതാണ്. തുടർന്ന് നമുക്ക് ആധാർ നമ്പർ നൽകിയ ശേഷം ആധാറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു OTP വരുന്നതാണ്. നമ്മൾ ഈ OTP വരുന്നത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലായിരിക്കും വരുന്നത്. ഈ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം നമുക്ക് KYC പദ്ധതി പ്രക്രിയ നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് 19ാം ഗഡു നമുക്ക് ലഭിക്കുന്നതിനുള്ള ഗുണഭോക്തൃ പട്ടികയിൽ നമ്മൾ അംഗമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. 19ാം ഗഡു നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാപ്തരാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമുണ്ട്. PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫാർമേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് പോയി അവിടെ ബെനിഫിഷ്യൽ ലിസ്റ്റ് കാണാവുന്നതാണ്. അവിടെ നമുക്ക് നമ്മുടെ സംസ്ഥാനം, ജില്ല, താലൂക്ക്, പഞ്ചായത്ത് മുതലായവയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് വരുന്നതാണ്. ഈ ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മൾ 19ാം ഗഡുവിന് നമ്മൾ അംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കർഷകരെ അയോഗ്യരായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നൂടെ നമുക്ക് നോക്കാം. ചില കർഷകർ അവരുടെ പ്രായത്തെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ നൽകിയതിനാൽ അവരെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കർഷകർ തെറ്റായ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും നൽകിയതിനാൽ അവരെയും ഗഡുക്കളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ചില കർഷകർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇതുവരെ KYC ചെയ്യാത്ത കർഷകരെയും നിലവിൽ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും പ്രധാനമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 19ാം ഗഡു എല്ലാവരും തന്നെ കൃത്യമായ അപ്ഡേറ്റുകൾ നൽകി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാങ്ങിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.